ഹായ് ഓൾ, വെൽക്കം ടു ജോ മൂവി വേൾഡ്. നെല്ലിക്കാമ്പൊയിൽ നൈറ്റ് റൈഡേഴ്സ് കണ്ടു. ഒരു ഡീസെന്റ് നീറ്റ് വാച്ച്. അതാണ് ഈ പടം. അത്യാവശ്യം കുറച്ച് കോമഡീസ് ഉള്ള, കുറച്ച് ആക്ഷൻസ് ഉള്ള, കുറച്ച് പേടിപ്പിക്കാനുള്ള, കുറച്ച് റൊമാൻസ് ഉള്ള, അങ്ങനത്തെ ഒരു പാക്കേജ് പടം എന്ന് പറയില്ലേ. ഡീസെന്റ് എന്റർടൈൻമെന്റ്. അതായത് നിങ്ങൾക്ക് ഹൊറർ കോമഡീസ് ഇഷ്ടമാണെങ്കിൽ, ഇപ്പോൾ ഹൊറർ കോമഡീസ് ട്രെൻഡ് ആണല്ലോ, അപ്പോൾ ഇത് കണ്ടു നോക്കാവുന്നതാണ്. മാത്യു തോമസ്, മീനാക്ഷി ഉണ്ണികൃഷ്ണൻ, ശരത് സഭ തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളായിട്ട് വരുന്നത്. നവാഗതനായിട്ടുള്ള നൗഫൽ അബ്ദുള്ളയാണ് ഇതിന്റെ എഡിറ്റിംഗും ഡയറക്ഷനും വെച്ചേക്കുന്നത്. മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് എല്ലാത്തിനും പുതുമുഖങ്ങളാണ് ഉള്ളത്. മൊത്തത്തിൽ കുഴപ്പമില്ലാത്ത, അത്യാവശ്യം ഒരു എൻഗേജിങ് ആയിട്ടുള്ള, ഫാസ്റ്റ് പേസിൽ പോകുന്ന, നീറ്റായിട്ട് എടുത്തിട്ടുള്ള, നല്ല മേക്കിംഗ്, കുഴപ്പമില്ലാത്ത മേക്കിംഗ് ഉള്ള പടം തന്നെയാണ് നൈറ്റ് റൈഡേഴ്സ്. ആദ്യമേ പറഞ്ഞ പോലെ ഇതിൽ ഹൊറർ എലിമെന്റ്സ് ഉണ്ട്, കോമഡി എലിമെന്റ്സ് ഉണ്ട്, റൊമാന്റിക് എലിമെന്റ്സ് ഉണ്ട്. അതൊക്കെ ഒരു മിക്സ് ചെയ്തിട്ടാണ് വെച്ചേക്കണത്. ഒരു ഫിക്ഷണൽ വില്ലേജാണ് കഥ നടക്കുന്നത്. അവിടെ ഒരു കുതിര മനുഷ്യൻ ആളുകളെ പേടിപ്പിക്കുന്നു. അതിന്റെ നിഗൂഢത കണ്ടെത്തലാണ് ഇതിന്റെ ഒരു ഉള്ളടക്കം. ഇതിലൊരു പോരായ്മ എന്ന് പറയാനാണെങ്കിൽ, ഇവർ ഈ കാലഘട്ടം പറഞ്ഞതിൻ്റെ ഉള്ള പോരായ്മകളാണ് ഉള്ളത്. കാരണം കാലഘട്ടം കാണിച്ചേക്കണത് മൊബൈൽ ഫോണും CCTV ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടമാണ്. അതുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഇവർ പറയണ കഥ നടക്കില്ല. പക്ഷെ അങ്ങനത്തെ കാലഘട്ടത്തില് ഇന്നത്തെ കാലഘട്ടത്തിനോട് ചേർന്നിട്ടുള്ള ചില ഡ്രസ്സിങ്ങും, ചില വണ്ടികളും, അല്ലെങ്കിൽ ഉദാഹരണത്തിന് ഓട്ടോറിക്ഷ, ചില ഡയലോഗുകളൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിനോട് ചേർന്നിട്ടാണ്. അത് മാച്ച് ആവുന്നില്ല. പിന്നെ ഇതിൽ റൊമാൻറ്റിക് പാർട്ടി എനിക്ക് അത്ര കൺവിൻസിംഗ് ആയിട്ട് തോന്നിയിട്ടില്ല. അവരത് അലമ്പായിട്ട് ചെയ്തിട്ടില്ല, പക്ഷെ ഒരു ഒരു ആവറേജ് ഫീൽ ആയിരുന്നു അത്. പക്ഷെ കോമഡി രംഗങ്ങളും ഈ ഞെട്ടലും അല്ലെങ്കിൽ ഈ പേടിപ്പിക്കുന്ന രംഗങ്ങളിലുള്ള തമാശകളും നീറ്റായിട്ട് കൺവിൻസിംഗ് ആയ രീതിയിൽ വന്നിട്ടുണ്ട്. പക്ഷെ ഈ ഹൊറർ മറ്റേ ഈ റൊമാൻറ്റിക് ഭാഗങ്ങൾ അത്ര അങ്ങോട്ട് ഉഷാറായിട്ടില്ല. പിന്നെ മാത്യുവിന്റെ പെർഫോമൻസ് കോമഡിയിലും ഞെട്ടലിലും അതൊക്കെ മുപ്പരേ കുഴപ്പമില്ലാണ്ട് ചെയ്തിട്ടുണ്ട്. ഈവൻ ആക്ഷൻസ് വരെ കുഴപ്പമില്ല. പക്ഷെ അങ്ങനെ ഈ സീരിയസ്, ചില കോമഡി സീരിയസിലേക്ക് ആവുന്ന നിമിഷങ്ങൾ അത്ര ഒരു സ്മൂത്ത് ട്രാൻസിഷൻ ആയിട്ട് തോന്നിയില്ല. ശരത് സഭ കുഴപ്പമില്ല, നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതില് മീനാക്ഷി ഉണ്ണികൃഷ്ണൻ ഓക്കെ ഒരു ആവറേജ്, ഒരു മീഡിയോക്കർ പെർഫോമൻസ് രീതിയിലാണ് തോന്നിയത്. ഇതില് ആക്ഷൻ കൊറിയോഗ്രാഫി, ചില ക്യാമറ ട്രിക്സ് അതൊക്കെ അത്യാവശ്യം ഇംപ്രസീവ് ആയിരുന്നു. മൊത്തത്തിൽ പറയാനാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബോറടിക്കാത്ത, കുറച്ച് തമാശകളുള്ള, കുറച്ച് പേടിപ്പിക്കാനുള്ള, കുറച്ച് ഫാസ്റ്റ് പേസ്ഡ് ആയിട്ടുള്ള, കുറച്ച് ആക്ഷൻസ് ഉള്ള ഒരു പാക്കേജ്. അതാണ് നൈറ്റ് റൈഡേഴ്സ്. നിങ്ങൾ പടം കണ്ടു നോക്കുക. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും എൻ്റെ കമന്റ് സെക്ഷനിൽ പങ്കുവയ്ക്കുക. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.